3. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ ദിവസത്തിൽ 2016 ബൈ പറഞ്ഞുകൊണ്ട് 2017 ആരംഭത്തിൽ നമ്മൾ കാലുകുത്തിയിരിക്കുന്ന ഈ ദിവസം എല്ലാവരെയും വീണ്ടും വരുവാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷത്തേതിലും ഏറ്റവും ബെസ്റ്റായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നടത്തുന്ന വർഷമാണ്. കാരണം തിരുവചനം പറയുന്നത്, ആവർത്തന പുസ്തകം അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ ദൈവമായി യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും നിന്റെ ദൈവമായി യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും എന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെ വ്യക്തമായി നമ്മളെ വീണ്ടെടുത്ത ആകാശത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ ദൈവമായി യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായി യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്ന്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ഏവരുമായ ദൈവ പൈതലെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി ചോദിക്കുന്നില്ല. പക്ഷേ നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ, തള്ളലിൻ്റെ, രോഗത്തിൻ്റെ, നഷ്ടപ്പെടലിൻ്റെ എല്ലാ മേഖലകളിലൂടെയും നീ കടന്നുപോയിട്ടുള്ളൊരു വർഷമായിരിക്കാം 2016. എങ്കിലും ഞാൻ വ്യക്തമായി പറയട്ടെ, ആ സാഹചര്യങ്ങളെ എല്ലാം എടുത്തു മാറ്റുന്ന ഒരു നല്ലവനായ ദൈവം, നല്ലവനായൊരു കർത്താവ് നമ്മുടെ മധ്യേ ഈ പകൽക്കാലം ഉണ്ടത്രേ. ഈ 2017 ആ ദൈവം നിന്റെ സകല ബുദ്ധിമുട്ടുകളും നീക്കിത്തരുക തന്നെ ചെയ്യുവത്രേ. അതുകൊണ്ടത്രേ വെളിപാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 14:15 സേ, മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ദൈവദൂതൻ പ്രത്യക്ഷനായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് അരുളി ചെയ്യുന്നത് ഇപ്രകാരം അത്രേ: വിളവ് അടുത്തിരിക്കുന്നു, വിളവിനുള്ള സമയം ആയിരിക്കുന്നു. അതായത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇതുവരെ നഷ്ടപ്പെട്ടതിനെ എല്ലാം, ഇല്ലെങ്കിൽ നീ ഇതുവരെ വിതച്ചതിൻ്റെ എല്ലാം കൊയ്യുവാൻ ഉള്ള സമയമത്രേ. അല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ ഫലം നീ എടുക്കുന്ന വർഷം അത്രേ എന്ന്. നീ വിതച്ചതിൻ്റെ ഫലം കൂട്ടിവെക്കുവാൻ, ശേഖരിച്ചു വെക്കുവാൻ ദൈവം നിന്റെ മേൽ കടാക്ഷിച്ചിരിക്കുന്നുവത്രേ. ഈ 2017 ആരംഭത്തിൽ എന്നെ കേൾക്കുന്ന ഏതൊരുമായൊരു ദൈവ പൈതലെ, ഞാൻ വ്യക്തമായി പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മേലും, അത് ആത്മീകമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ, എല്ലാ മേഖലകളിന്മേലും ദൈവം ഒരു കൊയ്ത്ത് തരുവാൻ ആഗ്രഹിക്കുന്നുവത്രേ. അതായത് ഇതൊരു ഹാർവസ്റ്റിന്റെ വർഷമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവത്രേ. നിന്റെ ജീവിതത്തിൽ ഇത് ഒരു നഷ്ടത്തിന്റെ വർഷമല്ലത്രേ, ഇത് ലാഭത്തിന്റെ വർഷമത്രേ. കാരണം നീ ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിന്റെ, ഇതുവരെ നീ ഒരുക്കിയ ഹല്ലേലൂയ സ്തോത്രത്തിന്റെ, ഇതുവരെ നീ മറ്റുള്ളവരുടെ സ്നേഹിച്ചതിന്റെ, ഇതുവരെ ദൈവത്തിന് വേണ്ടി നീ നിന്നതിന്റെ, അതിന്റെ എല്ലാം ഫലം നിനക്ക് കൊയ്തു കൂട്ടുന്ന, അത് കൊയ്തു കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, നിന്റെ കരങ്ങളിലൂടെ ഇതുവരെ നിന്റെ സമ്പാദ്യം ഒലിച്ചു പോയിരുന്നുവെങ്കിൽ ഈ വർഷം ഞാൻ വ്യക്തമായി ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഉണ്ടായിരുന്ന ചോർച്ചകളെ പൂർണ്ണമായും നീക്കി മാറ്റി, അതിനെ നിന്റെ ഹല്ലേലൂയ നിലവുറയിൽ കൂട്ടി സംഭരിപ്പിച്ച് അതിനെ നിന്റെ തലമുറകൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ, ഈ പകൽക്കാലത്ത് നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവത്രേ. അവൻ നിന്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നുവത്രേ. നിന്റെ സകല അകൃത്യങ്ങളെയും അവൻ മറന്നു കളഞ്ഞിരിക്കുന്നുവത്രേ. അവനിലേക്ക് നീ തിരിയുന്ന ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും മേലും വചനം പറയുന്നത് പോലെ നിന്റെ ഇടതും വലതും 1000 10,000 പേരും ഒരു ബാധയും തന്റെ കൂടാരത്തിൽ അടുക്കുകയില്ലെന്ന് പറയുന്നത് പോലെ നിന്റെ
ജീവിതത്തിൽ നിന്റെ അയൽവാസി ഒരു പക്ഷേ എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല, നിന്റെ ഇടതു ഭാഗത്തുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല, പക്ഷേ നിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഇന്നതെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. കാരണം നിന്നെ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരവാകുന്നതിന് മുന്നേ തന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു അത്രേ എന്നുള്ള ഒറ്റ കാരണത്താൽ നീ ദൈവത്തെ തെരഞ്ഞെടുത്തതല്ലെന്ന് വചനം പറയുന്നു. അവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ, അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ നിന്റെ മേൽ പദ്ധതിയിട്ടിരിക്കുന്നതിനാൽ നിന്റെ മേൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു ഇന്നും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നിന്റെ ജീവിതത്തിൽ താഴ്ച സംഭവിക്കത്തില്ലത്രേ, ഉയർച്ച തന്നെ സംഭവിക്കുമത്രേ. 2017 നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാർവെസ്റ്റ് ആയി ദൈവം ഒരുക്കിയിരിക്കുന്നു അത്രേ. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ.